ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ അർച്ചനയും ശശിയെയും പരിശോധിക്കുവാനായി അബ്ദുൽ ഖാദറിനെ പോലെ നല്ലൊരു ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സേതുമാധവന് മുന്നിൽ അവന്തിക പറഞ്ഞു കൊടുത്ത ആ ഡോക്ടർക്കരികിലേക്ക് അർച്ചനയും ശശിയും എത്തുന്നു. ഡോക്ടർ അർച്ചനയും ശശിയും പരിശോധിച്ചതിന് ശേഷം റിസൾട്ടുകൾ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ചെറിയൊരു സർജറി നടത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള കുറെ നാളുകളായിട്ടുള്ള കാത്തിരിപ്പിന് ഉടൻ തന്നെ ഫലമുണ്ടാകുമെന്നും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഉടനെ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചത് കേട്ട് അർച്ചന പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നവുമില്ല ഡോക്ടർ, സർജറി എങ്കിൽ സർജറി, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്റെ സച്ചിയേട്ടന്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്താൽ മാത്രം മതി എനിക്ക് എന്ന് അർച്ചന അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പോന്നോളൂ, നമുക്ക് സർജറി നടത്താമെന്ന് ഡോക്ടർ അറിയിച്ചു. അങ്ങനെ സംസാരിച്ച് അവരവിടെ നിന്ന് മടങ്ങുമ്പോൾ ഉടൻ തന്നെ അയാൾ ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കണം. താൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും അവന്തികയെ വിളിച്ച് ഡോക്ടർ മറ്റൊരു കാര്യം കൂടി പറയുന്നു. നാളെ നടക്കാൻ പോകുന്ന സർജറി അവരുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനെ അത് പൂർത്തിയാക്കുന്നതല്ല, മറിച്ച് ഇനി ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അവളൊരു അമ്മയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സർജറിയാണ് നടത്തുന്നതെന്ന് ഡോക്ടർ അറിയിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ട് അവന്തിക സന്തോഷിക്കുന്നു. പിന്നീട് വീട്ടിൽ മടങ്ങിയെത്തിയ ശശി വിവരങ്ങൾ സന്ധ്യ ഡോക്ടറെ വിളിച്ച് അറിയിച്ചു. ഡോക്ടറുടെ പേരും മറ്റ് ഡീറ്റെയിൽസും സന്ധ്യ ഡോക്ടർ ശ്രദ്ധാപൂർവം ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ എന്നും ആ ഡോക്ടറുടെ ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്താണെന്നും സദ്യ പരിശോധിക്കുകയും അതിനുശേഷം ആ ഡോക്ടറുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല എന്നും അങ്ങനെ ഒരു ഡോക്ടറെ കാണരുത് എന്നും സന്ധ്യ സച്ചിയെ ഓർമ്മപ്പെടുത്തി. പിന്നീട് അർച്ചന ഈ സർജറി നടത്തുന്നതിന് വേണ്ടി മനസ്സിനെ പാകപ്പെടുത്താൻ ഭഗവാൻ അനുഗ്രഹത്തിനായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി കാണുന്ന ആ സ്വാമിജിയെ അർച്ചന കാണുകയും സ്വാമിജിയോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ആ സത്യം പുറത്തു വന്നു. കുറേയേറെ ദുരിതങ്ങൾ മോൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ, എന്നാൽ ഇനിയും പരീക്ഷണം അവസാനിച്ചിട്ടില്ല. പക്ഷേ എത്രയൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ ആഗ്രഹം സഫലമാവുക തന്നെ ചെയ്യും. 2 കുട്ടികളുടെ അമ്മയാവും, ഇരട്ടക്കുട്ടികളുടെ അച്ഛനും അമ്മയുമാകും നിങ്ങൾ തീർച്ച എന്ന് അദ്ദേഹവും ഓർമ്മപ്പെടുത്തി. അത് കേട്ടതോടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ ശക്തി പകർന്ന ആ വാക്കുകൾ അർച്ചനയിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും കൂടുതൽ ആഗ്രഹത്തോടെ ആ ചികിത്സയ്ക്ക് തയ്യാറാകാനും അർച്ചനയെ പ്രേരിപ്പിക്കുന്നു. പിന്നീട് കാണുന്നത് സന്ദീപിന്റെ കുഞ്ഞിന് രാത്രിയിൽ മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടി ആതിരയുടെ കയ്യിൽ നിന്ന് മീരെടുത്തി കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് നേരെ അർച്ചനയുടെ അരികിലേക്ക് എത്തുകയും അർച്ചനയുടെയും സച്ചിയുടെയും കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് മീരെടുത്തി മടങ്ങുന്നു. പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ആതിര കുഞ്ഞുമായി മീരെടുത്തി അർച്ചനയുടെ റൂമിലേക്ക് കയറുന്നത് കാണാനിടയായി. അത് കണ്ടതോടെ സംശയം തോന്നുന്ന ആതിര നേരെ അർച്ചനയുടെ റൂമിന് അരികിലേക്ക് എത്തി. ഇത്രയും നാൾ യാതൊരു കുഴപ്പവുമില്ലാതെ ഈ ഒരു കാര്യം നടപ്പിലാക്കി, ഇനിയും അതങ്ങനെ തന്നെ നടക്കും എന്ന് പറയുന്ന സന്ദീപിന്റെ വാക്കുകൾ കൂടി കേട്ടതോടെ ആതിരയുടെ മനസ്സിന് സംശയങ്ങൾ ഇരട്ടിയാവുന്നു. ഉടൻ തന്നെ ആതിര അർച്ചനയുടെ റൂമിന് അരികിലേക്ക് എത്തി. ആ വാതിൽ തുറന്നു നോക്കുമ്പോൾ അർച്ചന മോളെ തോളിലിട്ടുകൊണ്ട് കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ടതോടെ ആതിരയുടെ സമനില തെറ്റുന്നു.